ഹായ് ഗായ്സ്, ഇന്നത്തെ എൻ്റെ പാചക പരീക്ഷണം മോമോസ്. വെറും മോമോസ് അല്ല, വെജിറ്റബിൾ മോമോസ് വിത്ത് ചട്ടണി. വീഡിയോ കാണാൻ എല്ലാവർക്കും ഒരു പ്രചോദനം ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ആദ്യം തന്നെ ഞാനിതൊന്ന് തിന്ന് കാണിക്കാം. നല്ല ചൂടുള്ളൊരു മോമോസ് ഇങ്ങനെ എടുക്കുക, അത് ആ തക്കാളി ചട്നിയിലൊന്ന് മുക്കുക, എന്നിട്ട് ഇങ്ങനെ കഴിക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഒന്നുകൂടി ആ തക്കാളി ചട്നിയിൽ മുക്കിയിട്ട് കാണിച്ചു തരാം. നോക്ക്, കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ടല്ലേ. അങ്ങനെ കൊതി വരുന്നുണ്ടെങ്കിൽ പിന്നെ നോക്കി നിൽക്കാണ്ട് ഒന്ന് പോയി ഉണ്ടാക്കുന്നതല്ലേ നല്ലത്. അപ്പം നമുക്ക് ഉണ്ടാക്കല്ലേ. പിന്നെ ഇതാരും മൈൻഡ് ചെയ്യണ്ട, മോമോസ് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞതുകൊണ്ട് ലേശ സ്നേഹം കൂടിപ്പോയതാ. പിന്നെ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള മെയിൻ മോട്ടിവേഷൻ ഇത് തന്നെയാണ്. ഷടാ, ഇത് പിന്നെയും വിഷയത്തിൽ നിന്ന് വഴുതെറ്റി പോവാണല്ലോ. അപ്പൊ കഥ പറഞ്ഞു നിൽക്കാണ്ട് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അല്ലേ. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് കുഴയ്ക്കാന്നുള്ളതാ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ആദ്യം തന്നെ പറയാം അല്ലേ. മൈദയിലേക്ക് ഉപ്പും വെജിറ്റബിൾ ഓയിലും ചെറു ചൂടുവെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഞാനിവിടെ എൻ്റെ കയ്യിൽ വെജിറ്റബിൾ ഓയിൽ ഇല്ലാത്തതിനെ കൊണ്ട് വെളിച്ചെണ്ണ കേട്ടോ ഉപയോഗിച്ചത്. ഫ്ലേവറുകൾ ഒന്നുമില്ലാത്ത ഓയിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത് എന്നാണ് പറയുന്നത്. പക്ഷെങ്കിൽ കയ്യിലില്ല, ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ, മോമോസ് ഉണ്ടാക്കുക വേണം. അപ്പൊ പിന്നെ വെളിച്ചെണ്ണ എടുത്ത് ഇതിപ്പോ കാര്യങ്ങളൊക്കെ വീണ്ടും പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് ഇവനിതാ പിന്നെയും വന്നിക്കുന്ന എൻ്റെ അസിസ്റ്റന്റ് ആണെന്നാണ് കേട്ടോ പറയുന്നത്. ഇഷ്ടാണോ? ഓക്കെ, അതെ അതെ, ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ പണിക്ക് നിൽക്കുന്നത്. ഇമ്പളെവിടെയാണ് പറഞ്ഞു നിർത്തിയത്? മൈദ കുഴച്ച് മാറ്റി വെക്കുന്നതില്ലേ, അതവിടെ നിൽക്കട്ടെ. കുറച്ച് നേരം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേക്കും നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് നിറയ്ക്കാനുള്ള ഫില്ലിങ്സ് റെഡിയാക്കാം. പിന്നെ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ മോമോസ് അല്ലല്ലോ, വെജ് മോമോസ് ആണ്. അപ്പൊ പിന്നെ അത്യാവശ്യം പച്ചക്കറികളൊക്കെ വേണം കേട്ടോ. ആദ്യം തന്നെ ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർക്കുക. അതൊന്ന് നന്നായി വഴറ്റി കഴിഞ്ഞ് അതിനുശേഷം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതാക്കി അരിഞ്ഞു വെച്ച ഉള്ളി ചേർക്കുക. ഉള്ളി ചെറുതായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് അതിലേക്ക് ഉപ്പ് ചേർത്ത് കുറച്ചു നേരം നല്ലോണം വഴറ്റിയെടുക്കുക. അതിനുശേഷം പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ക്യാപ്സിക്കാണ്. ക്യാപ്സിക്കം നല്ലോണം ചെറുതായിട്ട് അരിയണം കേട്ടോ. ക്യാപ്സിക്കം എന്നല്ല, ഇതിലുപയോഗിക്കുന്ന എല്ലാ പച്ചക്കറികളും നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കണേ. കാരണം നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് ആയിട്ട് നിറയ്ക്കാനുള്ളതാണല്ലോ. ക്യാപ്സിക്കത്തിന് ശേഷം അടുത്ത ചെസ്റ്റ് നമ്പർ ക്യാരറ്റിൻ്റെതാണ്. ക്യാരറ്റ് ചേർത്ത് കുറച്ചു നേരം വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചേർക്കേണ്ടത് ക്യാബേജ്. ഇനി അടുത്തതായി ചേർക്കേണ്ടത് അങ്ങനെയൊന്നും പറയാനില്ല, കാരണം ഇതോടുകൂടി നമ്മൾ പച്ചക്കറികൾ ചേർക്കുന്നത് നിർത്തുകയാണ്. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു സ്റ്റേജിൽ പച്ചക്കറികളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് വഴറ്റിയെടുക്കുന്നത്. ഇനി രണ്ട് സാധനങ്ങളോട് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നമ്മളെ ഫില്ലിങ് റെഡിയാകും. അതിൽ ഒന്നെന്ന് പറയുന്നത് നല്ല കുനുകുനെ അരിഞ്ഞ മല്ലിച്ചപ്പ്, മറ്റേ ആളാണ് നമ്മളെ സോയാ സോസ്. ഇവന്മാരെ രണ്ടെണ്ണത്തിനോട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ മസാല റെഡിയായി. ഇനി അത് അവിടെ തീ ഓഫാക്കി മാറ്റി വെക്കുക. ഇനി അത് അവിടെ കിടന്നൊന്ന് തണിഞ്ഞോട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കുഴച്ച് വെച്ച മൈദയല്ലേ, അതിൻ്റെ അടുത്തേക്ക് പോയി വരാം. ഇനി ബാക്കി പരിപാടികളൊക്കെ ഇവിടുന്നാണ് തുടങ്ങേണ്ടത്. ആദ്യം തന്നെ മൈദ എടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കുക. പിന്നെ അത് ചെറിയ ചെറിയ ഉണ്ടകളാക്കി മാറ്റി വെക്കുക. ആ ചെറിയ ഉണ്ടകൾ എടുത്ത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. പരത്തിയെടുത്ത ഉണ്ടയിലേക്ക് ഇതുപോലെ സ്പൂൺ കൊണ്ട് നമ്മുടെ ഫില്ലിങ്സ് അങ്ങോട്ട് നിറയ്ക്കുക. ഇനി അടുത്തതാണ് ടാസ്ക്, ആ മോമോസിൻ്റെ ഷേപ്പ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് നോക്കി, പക്ഷേങ്കിൽ എനിക്ക് ആ പെർഫെക്റ്റ് ഷേപ്പ് ഒന്നും കിട്ടിയില്ല. പിന്നെ ഷേപ്പിലൊന്നുമല്ലല്ലോ കാര്യം, ടേസ്റ്റിലാണല്ലോ കാര്യം. നല്ല ടേസ്റ്റ് ഉണ്ടാവുന്ന ഒടുക്കത്തെ കോൺഫിഡൻസ് ഉള്ളതിനെ കൊണ്ടേ ഞാൻ പിന്നെ ഷേപ്പിൽ അത്ര കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ നിന്നില്ല. അതിലും വലിയ കുഴപ്പമില്ലല്ലേ, കാണാനൊരു ചേലൊക്കെ ഉണ്ടല്ലേ. ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക്. ഇങ്ങനെ ഓരോരോ ചെറിയ ഉരുളകളാക്കി എടുത്ത് അത് പരത്തി അതിൽ ഈ ഫില്ലിങ്സ് നിറയ്ക്കുക എന്ന് പറയുന്നത്. ഇതിങ്ങനെ കുറച്ചെണ്ണം റെഡിയാക്കി വെച്ചതിന് ശേഷം ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ആവി കയറ്റിയാൽ മതി കേട്ടോ. അതിനുശേഷം ഇങ്ങനെ ഇതുപോലെ കിട്ടും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഷേപ്പും സ്റ്റൈലും ഒന്നും മൈൻഡ് ചെയ്യണ്ട, ഇതിന്റെ ടേസ്റ്റിലാണ് കാര്യം. പിന്നെ ഇത് അത്യാവശ്യം ചൂടോടെ തന്നെ കഴിക്കണം. തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് അത്ര ടേസ്റ്റ് കിട്ടൂല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചൂടോടെ കഴിക്കുമ്പോഴാണ് ഇതിന് ഭയങ്കര ടേസ്റ്റ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിങ്ങനെ സ്വന്തം കഴിച്ചാൽ പോരട്ടോ, ഇതിന് കൂട്ടി കഴിക്കാൻ ഒരു ചട്നിയും കൂടി വേണം. എന്നാ പിന്നെ ഞാൻ അതിന്റെ റെസിപ്പി കൂടി പറയട്ടല്ലേ. ഒന്നുമില്ലടോ, ഭയങ്കര സിമ്പിളാ. ഇപ്പൊ കണ്ടില്ലേ, 4 തക്കാളി എടുക്കുക, കുറച്ച് വെളുത്തുള്ളി എടുക്കുക, കുറച്ച് വറ്റൽമുളക്. ഇത് നല്ലോണം വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ തക്കാളിന്റെ തോലൊന്ന് ഊരിയെടുക്കുക. പിന്നെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിന്റെ ജാറിൽ കുറച്ച് മല്ലിച്ചപ്പിന്റെ തണ്ടും കൂടി ചേർത്തൊന്ന് അടിച്ചെടുക്കുക. ഇത്തിരി ഉപ്പ്, ഒരു നുള്ളു പഞ്ചസാരയും കൂടി ചേർക്കണം കേട്ടോ. അങ്ങനെ ആ ചട്നിയിൽ മുക്കിയിട്ട് വേണം മോമോസ് കഴിക്കാൻ. ഇങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അപ്പൊ അതിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പൊ ഓക്കെ, ബൈ.